ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. കാശ്മീരിൽ നമ്മൾ രണ്ടാമത്തെ ദിവസം, കാശ്മീരിൽ രണ്ടാമത്തെ ദിവസം അടിച്ചു പൊളിക്കും. ഓക്കെ. കാണുന്നതാണ് NH44. കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി കണക്ട് ചെയ്യുന്ന റോഡാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, കാശ്മീർ ടു കന്യാകുമാരി. ഇതാണ് NH44. നീണ്ട് അങ്ങനെ കിടക്കുകയാണ് ഈ റോഡ്. ഇവിടെ പ്രകൃതി തന്നെ മാറിയിരിക്കുന്നു. ഇതുവരെ കണ്ട എന്താ പറയുക പ്രകൃതിയല്ല ഇപ്പോൾ. കേരളത്തിൽ നിന്ന് വന്ന നമുക്കിത് ഒരു നല്ലൊരു കാഴ്ച. മുമ്പിൽ പോകുന്നത് നമ്മളെ തന്നെ കൂടെയുള്ള ടീമാണ്. ശരിക്ക് കോടമഞ്ഞ് മാറിപ്പോയിട്ടില്ല. ഇനിയും ഈ വെയിൽ നന്നായി വന്നെങ്കിലും 9:15 സമയം വെയിൽ നന്നായി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കോടമഞ്ഞ് ഇപ്പോഴും ബാക്കിയുണ്ട്. ഞാൻ പോവില്ല എന്ന മട്ടിൽ ഇങ്ങനെ കോടമഞ്ഞ് അവിടെ എവിടെയൊക്കെ ആയിട്ട് തങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളെ ടീം മെമ്പേഴ്സാണ് ഈ പോകുന്നത് ഓപ്പോസിറ്റ്. എല്ലാവരും ഈ ക്യാമറയായിട്ട് ഫോട്ടോ എടുപ്പാണ്. ഈ മൻസൂർ ഭായിയെ നല്ല സൂപ്പർ. മൻസൂർ ഭായി വെറൊരു ഡ്രൈവർ മാത്രമല്ല, നല്ലൊരു ഈ ഗൈഡ് കൂടിയാണ്. ശരിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. He is telling all the things about Kashmir. A good guide and a good driver. A smart person also. Beautiful person. ഇതിപ്പോൾ നമ്മൾ ടോട്ടൽ ടീം 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. വലിയ വണ്ടി പോകാൻ പറ്റില്ല. അപ്പോൾ ചെറിയ 2 ട്രാവലറായിട്ട്, ഒരു വണ്ടിയിൽ 16 ആളും മറ്റേ വണ്ടിയിൽ 18 ആളും, അങ്ങനെ 34 ആളും നമ്മൾ 2 ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അത് വലിയ വസ്ലാമും കുറേയും കൂടി അടിച്ചു പൊളിച്ച് ഗ്രാൻഡായിട്ട് പോയായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പി അല്ല? എല്ലാവരും ഹാപ്പി. Only 6 stands. 1, 2, 3, 4, 5 and 6. Only the 3. The red part of the flower. This is the sand. And the yellow part of the flower, we are extracting this, making Kumkumaditela. Kumkumaditela means famous for cattle. Kumkumaditela means famous for space. First of all, I leave with the saffron. That is a kumkuma. That is the saffron. There is the 3 petals of the flower. How to check this is original or duplicate? First indication, the smell of saffron. This smell is little bit bitter. If it is smell like perfume, like sand, that means it's a duplicate. It's a chemicalized saffron. ഫൈന് കുറച്ചല്ലോ. പക്ഷെ എന്നാൽ നമ്മളൊരു സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്ന മാതിരിയായിപ്പല്ലേ.
ആക്ഷനെ പാടില്ല കടിക്കറേ ലൈഫില്. അല്ല അവിടുന്ന് അവര് വാങ്ങാൻ നമുക്ക് അത് എനിക്കൊന്നും അതിന്റെ വില ഇപ്പൊ എത്ര പർച്ചേസ് ചെയ്തൊന്നും ആയിരിക്കറിയാം ഇല്ല. എല്ലാം കഴിഞ്ഞാൽ അതാ ലാസ്റ്റ്. ഇതൊരു അത്ഭുതമല്ല അല്ലേ? അത്ഭുത കാഴ്ച എന്ന് പറഞ്ഞാൽ അത്ഭുത കാഴ്ച. അതെ ഇങ്ങനെയൊരു കാഴ്ച നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അത്രയും സൂപ്പറാണ്. എത്രയാണ് ഓരോ മരത്തുമേലുള്ള ആപ്പിളിൻ്റെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും പറ്റില്ല, എണ്ണാൻ പോലും പറ്റില്ല. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാഴ്ചയാണിത്. സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ സീസൺ തന്നെ നമ്മൾ കാശ്മീരിൽ വരണം. മഞ്ഞുകാലത്ത് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു കാഴ്ച. പക്ഷെ ഇതൊരു അൺബിലീവബിൾ, അങ്ങനെയല്ല നമുക്കിങ്ങനെ ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ. ഇത് കണ്ടോ, വീണ് അടിഞ്ഞു കിടക്കുന്ന ആപ്പിളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ ഒരു വില കൂട്ടുകയാണെങ്കിൽ എത്ര 1000 രൂപയുടെ ആപ്പിളാണ് ഇതെന്ന് നോക്കിയാൽ. വീണ് അടിഞ്ഞു കിടക്കുകയാണ് ഇതൊക്കെ. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി, സൂപ്പർ. ഇത് ചിലപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളിത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇത് വെറുതെ കെട്ടിത്തൂക്കിയാണെന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയുണ്ട്. ഒരു ചില്ലയിൽ തന്നെ എത്രയാണെന്നറിയാം. 100 കണക്കിനാണ് ഒരു ചെറിയ ചില്ലയിലുള്ളത്. കാഴ്ചകളുടെ പൂരം എന്നേ പറയാൻ പറ്റും. അത്രയും ഗംഭീരം, സൂപ്പർ. നിങ്ങൾ ഫോട്ടോ എത്ര വേണം എടുത്തോ, അത്ര അടുത്ത് നിന്നിട്ട് നിങ്ങൾ 1000 ഫോട്ടോ എടുത്താൽ. ഇപ്പോൾ കാശ്മീർ ആപ്പിൾ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഇത് കണ്ട, നിറയെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിളും അതുപോലെ സുന്ദരനും സുന്ദരിമാരുമാണ് ഇവിടെ എല്ലാവരും. എല്ലാവരും ആപ്പിൾ പോലെയുള്ള ആൾക്കാരാണ് എല്ലാം ഇവിടെ കാണുന്നത്. ആ അതെ അതെ, വീഡിയോ വന്നോ എന്താ. ഇതെല്ലാം നമ്മളെ ഗ്രൂപ്പിൽ കുറേശ്ശെ ആൾക്കാർ എല്ലാവരും ഈ ആപ്പിൾ കണ്ടിട്ട് മതിമറന്ന് നിൽക്കലാന്ന്. ഇത് സ്വപ്നാന്നോ അല്ലേ ഒന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ. എങ്ങനെ തോന്നുന്നു? ഒന്നൊരു അഭിപ്രായം പറഞ്ഞു. എങ്ങനെ ടീച്ചർ? എങ്ങനെ? ഗംഭീരം. തൊടണ്ട, പറിക്കണ്ട. പറഞ്ഞോ എങ്ങനെ? എങ്ങനെയുണ്ട് അഭിപ്രായം? ഒന്ന് പറഞ്ഞോ എങ്ങനെ? അതെ, ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സമയമാണ്. ഞാന് മഞ്ഞുകാലവും കണ്ടിന്. പക്ഷെ എനിക്കൊന്ന് ഇത് ഒരു അൺബിലീവബിൾ അല്ലേ, സിംപ്ലി അൺബിലീവബിൾ. പടി ഈ തിരക്കേണ്ട നമ്മൾ വിചാരിക്കും ഇവിടെ എന്തോ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇവിടെ ആപ്പിൾ വാങ്ങാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നല്ല ഫ്രഷായിട്ട് തോട്ടത്തിൽ നിന്ന് വെക്കുന്ന ഫ്രഷായിട്ടുള്ള ആപ്പിൾ വാങ്ങാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചില കാഴ്ച കാണാം. പക്ഷെ അത് ഡിസ്കൗണ്ടിന് സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ തിരക്കാണ്. പക്ഷെ Pahalgam, basically it is a Kashmiri word, Pahalgam. Pahal means the shepherd, one who rears the cattle. In older times, the people of Pahalgam did that work. They rear the cattle first. In older times, okay. That's why this village is quite well known for Pahalgam, Shepherd's Valley. The second name of Pahalgam is Valley of Shepherds. Okay? Valley of Shepherds.
Later, the shepherd discovers the cave, Amarnath cave. After that, it will get famous and all that, and it becomes Pahalgam to Pahalgam. ഇപ്പം നമ്മൾ കണ്ട ബോർഡ് വെൽക്കം ടു മുനിസിപ്പാലിറ്റി ഓഫ് പെഹൽഗാം. പെഹൽഗാം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, പെഹൽഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിടയന്മാരുടെ താഴ്വര. അവര് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ആട്ടിൻ പറ്റങ്ങൾ, അതുപോലെ ഇങ്ങനെ ഒരുപാട് ആട്ടിൻ കൂട്ടങ്ങളുമായിട്ട് ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു സ്ഥലത്തും സ്ഥിരമായ താമസമില്ല. കാലാവസ്ഥക്കനുസരിച്ച് ഇവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ആട്ടിടയന്മാർ. ബെദൂവിയൻസ്, അവരുടെ ശരിക്കും ആ വർഗത്തിന്റെ പേര് ബെദൂവിയൻസ്. സ്ഥിരമായി ഒരിടത്ത് സെറ്റിൽ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കാതെ ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. ഈ താഴെ കാണുന്ന പുഴ, അതിൻ്റെ വെള്ളത്തിന് പ്രത്യേക കളറാണ്. അപ്പോൾ നമ്മൾ പ്രസിദ്ധമായ അല്ലെങ്കിൽ സുന്ദരമായ പഹൽഗാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ കാലാവസ്ഥ ചെറുതായിട്ട് മാറാൻ തുടങ്ങി, തണുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ആ പുഴേൻ്റെ പേര് ലിത്തർ റിവർ, ലിത്തർ പുഴ. ഇത് ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന പുഴയാണ്. അപ്പോൾ നല്ല ഐസ് കോൾഡ് വാട്ടർ, അതായിരിക്കും ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അതിൽ സാൻഡും കൂടെ കലർന്നിട്ടാണ് ഈ ഒരു കളറിൽ വരുന്നത്. മണ്ണും കൂടെ കലർന്ന് നമ്മളെ കലക്കുവെള്ളം എന്ന് പറയാൻ പോലെ അതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ. ഈ പുഴയുടെ സുന്ദരമായ കാഴ്ച. കുതിരകൾ നമ്മൾ പോണി ലിത്തർ റിവർ. അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ്, അതാണ് നമ്മുടെ വലതുവശത്ത് കാണുന്നത്. ലിത്തർ റിവർ നമ്മളെ തൊട്ടടുത്ത് കൂടെയാണ് ഒഴുകുന്നത്. റസോയി പഞ്ചാബി ധാബയിൽ നിന്ന് നമ്മൾ നല്ല ഫുഡ് കഴിച്ചു. പിന്നെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡ്. അപ്പോൾ നമ്മൾ ഇനി പിന്നെ ഇവിടുത്തെ പഹൽഗാമിലെ 3 പ്രധാനപ്പെട്ട താഴ്വരകളിലേക്കാണ്, വാലീസിലേക്കാണ് പോകുന്നത്. ABC എന്ന പേരിൽ അറിയപ്പെടുന്ന ആരോ വാലി, ബേതാബ് വാലി, ചന്ദൻ വാലി, ഈ 3 വാലീസിലേക്കാണ് നമ്മൾ അടുത്ത യാത്ര. അതിന് മഞ്ഞുകാലത്ത് വന്നിട്ടുണ്ട്. അന്നേരമുള്ള കാഴ്ച വേറൊരു തരത്തിലായിരുന്നു. ഇപ്പോഴ് മറ്റൊരു തരത്തിലായിരിക്കും, വേറെ തരത്തിലായിരിക്കും ഈ കാഴ്ച. ആരോ വാലിയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. ഇവിടെ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ടാക്സിയിലാണ് പോവുക. നമ്മൾ വരുന്ന ട്രാവലർ പാർക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് ക്യാബിലായിട്ട്, അതായത് ഇപ്പോൾ ഷവർലെറ്റ് വണ്ടികളാണ് കൂടുതലായിട്ട് കാണും. ഷവർലെറ്റ്. വൺസ് യു കം ടു കണ്ണൂർ. Yes, I will definitely. Okay. I will be in touch with you, sir. Okay. Train is there, no? Straight train is there. എൻ്റെ അമ്മോ, ഇതെന്നാ കാഴ്ച. ലിത്തർ നദി ഏറ്റവും സുന്ദരിയായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ് ഇത്, പഹൽഗാം. അത് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് അറിയില്ല. പെബിൾസ്, നല്ല വെള്ളാരം കല്ലുകൾ, നിറയെ വെള്ളാരം കല്ലുകൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ലിത്തർ നദി. സൂപ്പർ. വെള്ളത്തിന് നമ്മൾ ഈ ലക്ഷദ്വീപിലെല്ലാം പോയാൽ കാണുന്ന വെള്ളത്തിൻ്റെ ഏതാണ്ട് ആ ഒരു നിറം, അത് തന്നെ അല്ലെങ്കിലും ഏതാണ്ട് ആ നിറം. പെഹൽഗാമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായ ഇർഫാൻ ഭായി പറഞ്ഞത്, പെഹൽഗാമാണ് ഈ കാശ്മീരിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം എന്നാണ് പറഞ്ഞത്. അത് സത്യത്തിൽ ഈ നമുക്ക് അപ്പുറം ഇപ്പുറം നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അത് സംഭവം പൊളിയാണ് കേട്ടോ പെഹൽഗാം. പക്ഷെ അങ്ങനെ റോഡൊന്നും അങ്ങനെ പോയിട്ടൊന്നും കാണില്ല ഒരു സമയത്തായാലും. ഇവിടെ നിങ്ങൾ ആ പുഴയിലെല്ലാം കാണില്ലേ, കുറേ ഉരുളൻ കല്ല്. തണുപ്പ് കുറച്ച് കൂടി ഇവിടെ. ഇപ്പോൾ വെയിൽ പോകുമ്പോൾ തണുപ്പിന് കുറച്ചുകൂടി ശക്തി കൂടുന്നുണ്ട്. ഇതെല്ലാവരോടും ഓരോരുത്തരോടും ഉള്ള കാശ്മീരി സുന്ദരികളാണ്. കാശ്മീരി വേഷം ഇല്ല അല്ല.
പഹൽഗാമാണിത്. കുതിര സവാരിക്കുള്ള ഒരുപാട് കുതിരകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്ക് ഒരുപാട് ആളുകളൊന്നും ഇല്ല ഈ സമയത്ത്, അല്ലെങ്കിൽ യാത്രക്കാരെല്ലാം വന്ന് പോയ സമയമായിരിക്കും. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു 4-5 പേര് കുതിര സവാരിക്ക് പോയിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ആളുകൾ ഇതിൻ്റെ മേലെ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. റാണിയാണിത്, കാശ്മീർ റാണി, അല്ല കാശ്മീർ പ്രിൻസസ്. These are all pine trees. People are using these. ബെത്താബ് വാലിയിലേക്കുള്ള വഴിയിലാണ് നമ്മൾ. ഈ ബെത്താബ് എന്നുള്ള പേര് വന്നത് പഴയ ഒരു സിനിമ, അമിതാഭ് ബച്ചൻ്റെ ഒരു സിനിമ ബെത്താബ് ഇവിടെ വെച്ചാണ് ഷൂട്ടിംഗ് നടന്നത്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇവിടുന്ന് ഏതാണ്ട് 2.5 കിലോമീറ്ററാണ് ബെത്താബ് വാലിയിലേക്കുള്ളത്. ഇതാണ് ബെത്താബ് വാലി. അതിസുന്ദരമായ ആ ഒരു വാലിയാണിത്. എങ്ങോട്ട് നോക്കിയാലും സൗന്ദര്യം മാത്രം. ഇത് തന്നെയാണ് കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കുന്നത്. ഈ പുഴയുടെ പ്രത്യേകത തന്നെ നോക്കിയാൽ മതി. പുഴയിലെ വെള്ളത്തിന് ഒരു ഇളം പച്ച കളറാണ്. ഈ കളർ നമ്മൾ ലക്ഷദ്വീപിലൊക്കെ പോയ സമയത്താണ് കടൽ വെള്ളത്തിൻ്റെ നിറം ഇങ്ങനെ കണ്ടത്. നല്ല തണുത്ത കാറ്റുണ്ട്. ഒരു അസാധ്യ ലുക്കാണ്. ഗ്രേറ്റ്. പശ്മിന, പശ്മിന ആടാണിത്. കാശ്മീരി സ്പെഷ്യൽ പശ്മിന. Yeah, pashmina is Pashmina. Punjab the wool. मेरा व्लॉग है. Pashmina. क्या स्पेशलिटी है इसका? स्पेशल है, ये लद्दाख का वूल है. ये लद्दाख से लाया है. हाँ, लद्दाख से. हाँ. इसमें वो शाल बनाता है ना? शाल बनाता है ना? शाल बनाता है. हाँ. ഈ ആടുന്നാണ് പശ്മിന ഷാൽ ഉണ്ടാക്കുന്നതെന്നാ പറയുന്നത്. നല്ല ട്രെയിനിങ് കൊടുത്ത ആടാണിത്. ഈ പശ്മിന ആടിന്റെ പേര് സൽമാൻ ഹബീബി. ഇതിന്റെ ആള്, പിന്നെ ഇവരാണ് അതിന്റെ ആള്. സൽമാൻ ഹബീബി. ഓ അച്ഛാ ട്രെയിനിങ് ദിയാനാ? അച്ഛാ ട്രെയിനിങ് ദിയാനാ? പൈസ കൊടുത്തതാ. 50% നമ്മള് കൊടുത്തു നമ്മൾ എടുക്കാനാവും. ടീച്ചർ സൽമാനുമായിട്ട് ഭയങ്കര ദോസ്തായി. ഇതാ സൽമാൻ ടീച്ചർ കൂടി ആ കണ്ണട വെക്കണേ, സൽമാനെ പോലെ കണ്ണട വെക്കണേ. ഓക്കെ. ഇവര് കൊച്ചിയിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പാണ്. ഇവര് ബദറുദ്ദീൻ എന്നാ ഇവരെ ടീം ലീഡർ. ട്രാവലിൽ വരണം. ബഹറുദ്ദീൻ ട്രാവൽസ് മലേഷ്യ. മലേഷ്യ ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? മെയിൻ. ഓക്കെ. അപ്പൊ ബദറുദ്ദീൻ മലേഷ്യ ട്രിപ്പൊക്കെ ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇവിടുത്തെ പരിചയപ്പെട്ടാണ്. ഇതൊരു കാശ്മീരി കുഞ്ഞൻ. കാണാൻ നല്ല സ്റ്റൈലുണ്ട്. ഇവനിങ്ങനെ മേഞ്ഞ് നടക്കാണ്. പെഹൽഗാമിലെ ആട്ടിൻ കുഞ്ഞ്. സാറേ ചേർന്നോ? അതിനപ്പുറത്ത് ഫാന്റാസ്റ്റിക്. അതായത് എക്സ്ട്രീം അല്ലേ? ഫാന്റാസ്റ്റിക് പ്ലാസ്റ്റിക് എക്സ്ട്രീം. കശ്മീർ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.